വെൽക്കം ബാക്ക് ടു ലേണിനോ. പി എസ് സിയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്, ടെക്നിക്കൽ എക്സാം ആണ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു പേര് പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷെ അവർ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഈ പോസ്റ്റിന്റെ ഡീറ്റെയിൽസും എന്ന് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം നോക്കാം. അപ്പൊ കാറ്റഗറി നമ്പർ 071/2024 പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റില് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എന്നുള്ളതാണ് പോസ്റ്റ്. സ്കെയിൽ ഓഫ് പേ, നല്ലൊരു സ്കെയിൽ ഓഫ് പേ ആണ് ഈ ഒരു പോസ്റ്റിന് വരുന്നത്. 2 വേക്കൻസി ആണ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ കൂടുതൽ വേക്കൻസീസ് വരാം. 2 വേക്കൻസിയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 19 ആണ്. അപ്പൊ ജൂൺ 19 വരെ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഇനി ഇത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 40 വയസ്സ് വരെ ഉണ്ട്. അപ്പൊ പലരും ഏജ് ബാർ ആയിട്ട് പല പരീക്ഷകളും എഴുതാൻ പറ്റാതെയൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊരു നല്ല ചാൻസ് ആണ്. 19 to 40 വരെ ഏജ് ലിമിറ്റ് ഉണ്ട്. പിന്നെ ഏജ് റിലാക്സേഷൻ വരുന്ന കാറ്റഗറീസിനൊക്കെ അതിനനുസരിച്ചുള്ള ഏജ് റിലാക്സേഷനും വരുന്നുണ്ട്. ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, ജൂൺ 19 ആണ്. ഇനി നമ്മൾ കാര്യമായിട്ട് അറിയേണ്ട ഒരു കാര്യം ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവര് വളരെ പ്രതീക്ഷയോടുകൂടി അപ്ലൈ ചെയ്യാനായിട്ടിരിക്കും. പക്ഷെ ഇതിലെ ക്വാളിഫിക്കേഷനിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വാലന്റ് preferably with electrical communication as a special subject എന്നുള്ളതാണ്. അതായത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുകാർക്ക് പ്രിഫറൻസ് കൊടുക്കുന്ന രീതിയിലാണ് ആദ്യത്തെ ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത്. Then degree in radio engineering or telecommunication of a recognized university. ഇനി അതല്ലെങ്കിൽ ഡിഗ്രി or diploma in electronics of the Madras Institute of Technology or any other equivalent qualification. അപ്പൊ ഇവിടെ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ്. ഓർ എനി അതർ ഇക്വാലന്റ് ക്വാളിഫിക്കേഷൻ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഓഫ് ദി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ഓർ എനി അതർ ഇക്വാലന്റ് ഡിപ്ലോമ. ദെൻ MSc in physics or applied physics with a wireless as a special subject. ഇത്രയുമാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ട് ബിടെക് കംപ്ലീറ്റ് ചെയ്തവർക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വാളിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവര് അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എലിജിബിലിറ്റി കാണിക്കുകയില്ല. ഇനി ഇക്വാലന്റ് വെച്ചിട്ടാണ് നമുക്ക്, അതായത് ഈസിക്കാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കൂടി പറയാം. ഇതിനകത്ത് നമുക്ക് ക്വാളിഫിക്കേഷൻ ആസ് പെർ സ്പെഷ്യൽ റൂൾ ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, ബിടെക് ടെലികമ്മ്യൂണിക്കേഷൻ. അതിന്റെ ഇക്വാലന്റ് ആയിട്ടാണ് ബിടെക് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ബിടെക് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, എംടെക് പവർ സിസ്റ്റം, എംടെക് പവർ ഇലക്ട്രോണിക്സ്, ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ബിഇ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇക്വാലന്റ് വെച്ചിട്ട് മാത്രം, ഇക്വാലന്റ് ആയിട്ട് മാത്രമേ ഇലക്ട്രോണിക്സുകാർക്ക്, അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഇനി ഇതിന്റെ മുൻവർഷ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ, മുന്നേ ഈ പരീക്ഷ നടന്നപ്പോൾ ഉള്ള സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തും ഇലക്ട്രിക്കൽ സബ്ജക്റ്റുകൾക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു സിലബസ് ആണ്. കാരണം അതിൽ ബേസിക് ഇലക്ട്രിക്കല്, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറി, കൺട്രോൾ സിസ്റ്റം, പവർ സിസ്റ്റം, ഇതിനൊക്കെ പിന്നെ കമ്മ്യൂണിക്കേഷൻ സബ്ജക്ട് വരുന്നുണ്ട്. അത് കൂടാതെ ഇലക്ട്രോണിക്സ്, അനലോഗ് ഇലക്ട്രോണിക്സ്, ദെൻ അതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ സബ്ജക്ട്സും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ഈ പവർ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാരെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കാത്ത ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ ഇതൊക്കെ ആ സിലബസിലുണ്ട്. അപ്പൊ ഒരു പക്ഷേ അതേ സിലബസ് തന്നെ ആയിരിക്കണം എന്നില്ല. ഇനി നമുക്ക് ഇതിന്റെ പരീക്ഷ വരുമ്പോഴത്തേക്കും ഒരു പക്ഷേ സിലബസ് മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നിലവിൽ എന്താണെങ്കിലും ഈ ഒരു സിലബസ് ഫോളോ ചെയ്ത് ഒരു പക്ഷേ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടി വരും. അപ്പൊ കൂടുതൽ ഒരു വെയിറ്റേജ് ഇലക്ട്രിക്കലുകാർക്ക് കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. പക്ഷേ
നിരാശപ്പെടരുത്. ഇലക്ട്രോണിക്സുകാർ തീർച്ചയായിട്ടും അവര് ഇക്വാലൻസ് വെച്ചിട്ട് ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യണം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാടധികം പോസ്റ്റുകളൊന്നും PSC നമുക്ക് വിളിക്കാനില്ല. ടീച്ചിങ് പോസ്റ്റുകൾ കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ് ഒക്കെ ഇലക്ട്രിക്കലുകാർക്ക് അത്രയൊന്നും ഇലക്ട്രോണിക്സുകാർക്ക് ചാൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്താണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്തിടുക. ഇതിൽ എന്തെങ്കിലും ചിലപ്പോൾ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്, സിലബസിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഇലക്ട്രോണിക്സിന്റെ സബ്ജക്റ്റുകൾക്ക് കൂടുതൽ മുൻഗണന വരാനുള്ള സാധ്യതയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. എന്താണെങ്കിലും ഇതാണ് ഇതിന്റെ ഒരു വസ്തുത എന്നുള്ളതാണ്. ഇനി നമ്മൾ ലേണിനോയുടെ കോച്ചിങ്ങിനെ കുറിച്ച് പറയാം. അപ്പൊ നമ്മുടെ ലേണിനോ ആപ്പില് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രീവിയസ് എക്സാമിന്റെ സിലബസ് ബേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ അതിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. സിലബസ് മാറുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ അതിനനുസരിച്ച് ക്ലാസ്സുകളെല്ലാം റീഷെഡ്യൂൾ ചെയ്ത് ഇടുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ ഓരോ മോഡ്യൂൾ വൈസ് ലെക്ചേഴ്സും MCQസും ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് കോഴ്സ് പർച്ചേസ് ചെയ്ത് ഇപ്പൊ തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സിലബസ് വന്നിട്ട് പഠിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ആലോചിക്കണം, ഒരു ഡിഗ്രി ലെവലിലുള്ള എക്സാം ആണ്. അപ്പൊ ഒരുപാട് പോർഷൻസ് പഠിക്കാനുണ്ടാവും, പഠിച്ചു കഴിയില്ല. ഇപ്പൊ ബേസിക് സബ്ജക്ട്സിലൊന്നും കാര്യമായ മാറ്റങ്ങൾ വരാനില്ല. കാരണം ഇപ്പൊ ബേസിക് ഇലക്ട്രിക്കൽ, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറി, അതേപോലെ തന്നെ ഇപ്പൊ അനലോഗ് ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ എന്തായാലും ഉണ്ടാവും. ഏതെങ്കിലും മോഡ്യൂൾസ് ഒക്കെ ആയിരിക്കും മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുള്ളത്. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് ഡിസ്കഷൻ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിച്ചു തുടങ്ങാം. താങ്ക് യു.